ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റീഡിംഗ് പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റൈറ്റർ ഡൂയിങ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്? ഇത് നമ്മുടെ OETയുടെ റീഡിംഗ് പാർട്ട് സിയിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫാൻറ്റം ലിംബ് പെയിൻ യൂസിങ് വിർച്വൽ റിയാലിറ്റി എന്ന ഒരു മെറ്റീരിയലിലെ ക്വസ്റ്റ്യനാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റൈറ്റർ ഡൂയിങ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്? ഫസ്റ്റ് പാരഗ്രാഫിൽ റൈറ്റർ എന്താണ് ചെയ്യുന്നത്? അതായത് റൈറ്ററിൻ്റെ ആക്ഷൻ എന്താണ്? എന്തിനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുകയാണോ, ഇമ്പോർട്ടൻസ് പറയുകയാണോ, അങ്ങനെ എന്തുമാകാം. നമ്മളിപ്പം ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിനകത്ത് എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. Following the amputation, the patient commonly experiences the amputated limb as still intact. Following the amputation, അപ്പോൾ amputation കഴിയുമ്പോൾ the patient commonly experiences the amputated limb as still intact. അതായത് പേഷ്യൻസിന് കോമൺലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ആംപ്യൂട്ടേറ്റ് ചെയ്ത ലിംബ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. ദിസ് ഈസ് സോ കോൾഡ് ഫാൻറ്റം ലിംബ് ക്യാൻ സംടൈംസ് ബി പെയിൻഫുൾ. അപ്പോൾ ഇങ്ങനെ തോന്നുന്ന ആ ഒരു ഫീലിങ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫാൻറ്റം ലിംബ് എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്ന സംടൈംസ് ബി പെയിൻഫുൾ ആയിരിക്കാം എന്നാണ് പറയുന്നത്. സംതിങ് വിച്ച് ക്യാൻ ഹാവ് ഫാർ റീച്ചിങ് ദ ഇംപ്ലിക്കേഷൻസ് ഫോർ ദ പേഷ്യൻസ് ലൈഫ്. അത് അവരുടെ ലൈഫിനെ തന്നെ എന്താണ് ബാധിക്കാം. The phantom limb's psychological adjustment to amputation is negatively correlated with the levels of phantom limb pain. So, phantom limb psychological adjustment to the amputation is negatively correlated. Phantom limbന്റെ psychological adjustment എന്തുമായിട്ട്? നെഗറ്റീവ്ലി കോറിലേറ്റഡ് വിത്ത് ദ ലെവൽസ് ഓഫ് phantom limb പെയിൻ. അവൻ്റെ phantom limb പെയിനുമായിട്ട് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. And amputees with a phantom limb are less likely to use the prosthetic limb. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഫാൻറ്റം ലിംബ് പെയിൻ ഉള്ളവർ ലെസ് ലൈക്ലി എന്ന് വെച്ചാൽ എന്താണ്? ചാൻസസ് കുറവാണ്. എന്തിനുള്ള? ടു യൂസ് എ പ്രോസ്തെറ്റിക് ലിംബ്. ഒരു പ്രോസ്തെറ്റിക് ലിംബ് യൂസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. ദിസ് ഇൻ ടേൺ often result in the restriction of normal activities. അപ്പോൾ ഇത് എന്തിന് കാരണമാകുന്നു? നോർമൽ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യാനും ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ലെവൽ ഓഫ് ഡിപ്രഷൻ. അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് ഡിപ്രഷന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ആംപ്യൂട്ടേഷന് ശേഷം ആ പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സാണ് ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്നത്. ഫാൻറ്റം ലിംബ് എന്ന് പറഞ്ഞാൽ ആംപ്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ആ ഒരു ആംപ്യൂട്ടേറ്റ് ചെയ്ത പാർട്ട് ഇനിയും അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ്. അത് എന്തിനൊക്കെ കാരണമാകുന്നു? അത് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് വിത്ത് ദ ലെവൽസ് ഓഫ് ഫാൻറ്റം ലിംബ് പെയിൻ ആണെന്നും പറയുന്നു. അതുപോലെ അവർ പറയുന്ന വേറൊരു കാര്യമാണ് ഫാൻറ്റം ലിംബ് പെയിനുള്ള ആൾക്കാർ എന്താണ്? പ്രോസ്തെറ്റിക് ലിംബ് യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? ദിസ് ഇൻ ടേൺ റിസൾട്ട് ഇൻ ദ റെസ്ട്രിക്ഷൻ ഓഫ് ദ നോർമൽ ആക്ടിവിറ്റീസ്. ഇത് കാരണം അവരവരുടെ നോർമൽ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യുകയും അതുപോലെ എന്താണ് അവർക്ക് ഹയർ ലെവൽസ് ഓഫ് ഡിപ്രഷനിലോട്ട് അവർ പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ പറയുന്നത് എന്താണ്? ഡീറ്റെയിലിംഗ് ദ ഫിസിക്കൽ എഫക്ട്സ് ഓഫ് ഫാൻറ്റം ലിംബ് പെയിൻ. ഫാൻറ്റം ലിംബ് പെയിൻ്റെ ഫിസിക്കൽ എഫക്റ്റ് ഡീറ്റെയിലിംഗ് ചെയ്യുകയാണോ? അങ്ങനെയാണോ? ഫിസിക്കൽ എഫക്റ്റാണോ അവിടെ പറയുന്നത്? ഫിസിക്കൽ എഫക്റ്റ് അവരുടെ ലൈഫിനെ ബാധിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഫിസിക്കലി അവർക്ക് എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അല്ല, ബി പറയുന്നു ഡിസ്ക്രൈബിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫാൻറ്റം ലിംബ് പെയിൻ ഓൺ മെൻ്റൽ ഹെൽത്ത്. എന്താണ്? ഫാൻറ്റം ലിംബ് പെയിൻ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്.
ശരിയല്ലേ? അതവിടെ അവർ പറയുന്നുണ്ട്. നമ്മുടെ ഫാൻറ്റൽ ലിംബ് സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് അവിടെ പറയുന്നുണ്ട്, ദിസ് ഇൻ ടേൺ ഓഫൺ റിസൾട്ട്സ് ഇൻ ദ റെസ്ട്രിക്ഷൻ ഓഫ് നോർമൽ ആക്ടിവിറ്റീസ് ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് ഡിപ്രഷൻ. അതെന്തിന് കാരണമാകുന്നു? ഹയർ ലെവൽസ് ഓഫ് ഡിപ്രഷന് കാരണമാകുന്നു. അതിന് അസോസിയേഷൻ ഉണ്ട് എന്നവിടെ പറയുന്നുണ്ട്. അപ്പം അവരെന്താണ് അവിടെ ചെയ്യുന്നത്? ഇമ്പാക്റ്റ് ഓഫ് ഫാൻറ്റൽ ലിംബ് പെയിനും മെൻ്റൽ ഹെൽത്തുമായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മുടെ ആൻസർ ബി ആണ്. അടുത്ത സി ഓപ്ഷൻ എന്താണ്? ഔട്ട്ലൈനിങ് ദ റിലേറ്റീവ് ഇൻസിഡൻസ് ഓഫ് കേസസ് ഓഫ് ഫാൻറ്റൽ ലിംബ് പെയിൻ. റിലേറ്റീവ് ഇൻസിഡൻസ് ആണോ അവിടെ പറയുന്നത്? ഫാൻറ്റൽ ലിംബ് പെയിൻ്റെ റിലേറ്റീവ് ഇൻസിഡൻസ് ആണോ അവിടെ പറയുന്നത്? അല്ല. ഡി നോക്കിക്കേ, എക്സ്പ്ലെയിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാൻറ്റൽ ലിംബ് പെയിൻ ആൻഡ് ജനറൽ ഹെൽത്ത്. ജനറൽ ഹെൽത്തും ഫാൻറ്റൽ ലിംബ് പെയിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുവാണെന്ന്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ അവർ പറയുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലേ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാൻറ്റൽ ലിംബ് പെയിൻ ആൻഡ് ജനറൽ ഹെൽത്ത്. ജനറൽ ഹെൽത്തും ഫാൻറ്റൽ ലിംബ് ഇല്ല. അവിടെ കൂടുതലും പറയുന്ന സൈക്കോളജിക്കൽ എഫക്റ്റിനെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? അതായത് ഫാൻറ്റൽ ലിംബ് പെയിൻ മൂലം ഉണ്ടാകുന്ന മെൻ്റൽ ഹെൽത്ത് ഇമ്പാക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും നമുക്ക് തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്.